CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC പ്ലേ ഓഫിൽ ഒഡീഷ FCയോട് തോറ്റിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് നടന്ന പ്ലേ ഓഫിൽ ഒഡീഷയിൽ ഒഡീഷ FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെട്ടു. എക്സ്ട്രാ ടൈം വരെ നീണ്ട പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കാണ് ഒഡീഷ FC വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിന്റെ 87-ാം മിനിറ്റ് വരെ 1-0 മുന്നിട്ട് നിന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അതിനുശേഷമാണ് പരാജയപ്പെട്ടത്. ഇനി സെമിയിൽ ഒഡീഷ FCയോട് മോഹൻ ബഗാനാവും നേരിടുക. ഇന്ന് മികച്ച രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫെഡോറും ഐമനും ആദ്യ 10 മിനിറ്റുകൾക്കകം തന്നെ നല്ല 2 ഷോട്ടുകൾ ഒഡീഷയുടെ ഗോൾ മുഖത്തേക്ക് തൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ടും ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. 21-ാം മിനിറ്റിൽ ഹോർമിയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച അവസരം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോർമിയുടെ ഹെഡർ നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ശേഷം 28-ാം മിനിറ്റിൽ ഒരു കോർണറിൽ നിന്നായിരുന്നു ഒഡീഷ FC ഗോൾ നേടിയത്. മൊർത്തോദോ ഫോളിലൂടെ ആയിരുന്നു ആ ഒരു ഗോൾ അടിച്ച ഗോളും ഗോൾ നൽകിയ അഹമ്മദ് ജാഹും ഓഫ് സൈഡ് ആയിരുന്നു. എന്നാൽ ലൈൻ റഫറി തന്റെ ഫ്ലാഗ് ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നീണ്ട ചർച്ചകൾക്ക് ശേഷം ആ ഒരു ഗോൾ നിഷേധിക്കാൻ റഫറിമാർ തീരുമാനമെടുക്കുകയും ചെയ്തു. ആദ്യ പകുതിയിൽ ഇതിനുശേഷം അധികം അവസരങ്ങളൊന്നും ഇരു ടീമുകളും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. 45-ാം മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ ഇസാക്കിന് കിട്ടിയ അവസരം താരത്തിന് ടാർഗറ്റിലേക്ക് തൊടുക്കാൻ സാധിച്ചതുമില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ചെർണിച്ചിന് ഒരു സുവർണാവസരം ലഭിച്ചു. എങ്കിലും താരത്തിന് ആ ഒരു അവസരം മുതലെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മറുവശത്ത് ഒഡീഷയ്ക്ക് വലിയ അവസരം ലഭിച്ചപ്പോൾ ലാറ ശർമ്മ രക്ഷകനായി വരികയും ചെയ്തു. ഇതിനുശേഷം 53-ാം മിനിറ്റിൽ മുഹമ്മദ് ഐമന്റെ ഗോൾ എന്നുറച്ച ഒരു ഷോട്ട് അമരേന്ദ്രന്റെ കാലിൽ തട്ടി പോസ്റ്റിൽ തട്ടി മടങ്ങുകയും ചെയ്തു. 56-ാം മിനിറ്റിൽ ഒരു സുവർണാവസരം കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് FC കളഞ്ഞു. ഇത്തവണ ചെർണിച്ചാണ് അവസരം തുലച്ചത്. അവസാനം 66-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അർഹിച്ച വിജയം നേടി. ഐമന്റെ പാസിൽ നിന്ന് ചെർണിച്ച് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് ലീഡ് നൽകിയത്. അപ്പോൾ സ്കോർ 1-0 എന്ന തോതിലായി. അതിനുശേഷം ഒഡീഷ FC മാറ്റങ്ങൾ വരുത്തി. മരീഷിയോയെ അവർ കളത്തിലിറക്കി. പക്ഷേ ഒരു മാറ്റം കൊണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഡിഫൻഡ് ഭേദിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ കീപ്പറായ ലാറ ശർമ്മയ്ക്ക് പരിക്കേറ്റു. പകരക്കാരനായിക്കൊണ്ട് കരൺജിത് സിംഗ് ആയിരുന്നു കളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സ് ലൂണയെയും രാഹുലിനെയും കൂടെ കളത്തിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. 86-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC സമനില വഴങ്ങി. റോയ് കൃഷ്ണയുടെ പാസിൽ നിന്ന് മൗരീഷ്യോ ആണ് സമനില ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഇതോടെ 1-1 എന്ന സ്കോറായി. 90 മിനിറ്റ് വരെ ഈ ഒരു സമനില തുടർന്നു. കളി എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. പിന്നെ എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിൽ ഒഡീഷ FC ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 98-ാം മിനിറ്റിൽ റോയ് കൃഷ്ണയുടെ പാസ് സ്വീകരിച്ച് ഇസാക്കാണ് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കോർ 2-1 എന്ന തോതിലായി. 103-ാം മിനിറ്റിൽ രാഹുലിന്റെ ഒരു ഹെഡർ അമരേന്ദ്ര സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം എക്സ്ട്രാ ടൈമിന്റെ രണ്ടാം പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയാകാനുള്ള ശ്രമങ്ങൾ തുടർന്നു. എങ്കിലും ഫലമൊന്നും കണ്ടില്ല. ഫൈനൽ വിസിൽ വന്നപ്പോൾ ഒഡീഷ സെമി ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 2 പാദങ്ങളിലായി സെമി ഫൈനലിൽ ഒഡീഷ FC മോഹൻ ബഗാനെ നേരിടുകയും ചെയ്യും. ഇതോടെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു ISLന്റെ 10ാം സീസണിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.